मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। ഇന്നെന്തായാലും ഞാൻ ഇതിനകത്തുള്ള വെള്ളം കുടിച്ചിരിക്കും. സംശയമുണ്ടോ? എടാ, നിന്റെ ചെണ്ടമേളം നിർത്തുന്നുണ്ടോ? എന്താടാ നോക്കി പേടിപ്പിക്കാണോ? അങ്ങോട്ട് വന്നാൽ നിന്റെ പണി ഞാൻ തീർക്കും. സംശയമുണ്ടോ? എടാ, സോറി, നീ ആളൊരു പുലി തന്നെയാണ്. നമ്മൾ തമ്മിൽ ഇനി ഒരു വഴക്കിന്റെ ആവശ്യമേ ഇല്ല. സംശയമുണ്ടോ? കരിക്കിന്റെ വെള്ളം എന്നും കുടിച്ചാൽ ശരീരത്തിന് കൊള്ളാം. ഇത് കേരളത്തിന്റെ പാനീയമാണ്. സംശയമേ ഇല്ല. നീ വളരെ നന്നായിട്ട് പാടുന്നുണ്ട്. എന്നെ നിനക്ക് മനസ്സിലായോ? ഞാൻ സ്വീറ്റിയാണ്. ക്യാമറാമാൻ ധനഞ്ജയനോടൊപ്പം സ്വീറ്റി. ധനഞ്ജയ് പണ്ടുണ്ടായിരുന്നത് വേറെ ആളായിരുന്നല്ലോ. അതെ, പക്ഷെ അയാളെ പറഞ്ഞു വിട്ടു. അയാൾ എന്റെ മേൽ ശരിക്കും ക്യാമറ ഫോക്കസ് ചെയ്തില്ല. കരിക്കിന്റെ വെള്ളം കുടിക്കുന്നുണ്ടോ? വേണ്ട, പക്ഷേ കരിക്കും വെള്ളം കുടിക്കുന്നതുകൊണ്ടാണോ നിനക്ക് മധുരമായ ഈ ശബ്ദം? എന്റെ ശബ്ദം മധുരമെന്നോ? ആഹാ, സംശയമുണ്ടോ? ഒരു സംശയമില്ല. നിനക്ക് എന്തായാലും നല്ലൊരു സിംഗർ ആവാൻ കഴിയും. സിംഗർ? അതെ, ഞാൻ പറയുകയാണ്. സ്വീറ്റി, ക്യാമറാമാൻ ധനഞ്ജയനോടൊപ്പം നീ വളരെ മനോഹരമായി പാടുന്നുണ്ട്. നിനക്ക് തീർച്ചയായിട്ടും ഒരു സിംഗർ ആവാൻ കഴിയും. നിനക്ക് എന്താ പറ്റിയത്? നിങ്ങൾ പോപ്പറ്റിനെ എന്ത് ചെയ്തെന്ന് പറയേ? ഞങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ പോപ്പറ്റ് ഇങ്ങനെ കരയുന്നത്? മേഡം, ഞാൻ കരയുന്നേ ഇല്ല. സംശയമുണ്ടോ? ഇത് ആലാപനമാണ്. ഞാൻ സിംഗറാണ്. റിഹേഴ്സൽ ചെയ്തോണ്ടിരിക്കുക. സംശയമുണ്ടോ? ഞാൻ ഓഫീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഒരു മഹാനായ കലാകാരനെ ഇത്രയും അവമാനപ്പെടുത്തുന്നു. ഇതിനെയായിരിക്കും ഒരുപക്ഷെ സ്ട്രഗിൾ എന്ന് പറയുന്നത്. സംശയമുണ്ടോ? ഞാൻ പുറത്തു പോയി പാടിക്കോളാം. ഇവിടെ ഞങ്ങൾ സഹിക്കും, പുറത്ത് ജനങ്ങൾ അടിക്കും. സംശയമുണ്ടോ? പള്ളിയിൽ മണി എന്തിനാ രാവിലെ മുഴങ്ങുന്നത്? എന്തിനാ കുട്ടി നീ ഇങ്ങനെ കരയുന്നത്? അടികൈ. ഒരു മഹാനായ സിംഗറിന്റെ ദുഃഖമാണത്. കൈ അടിക്കണമെങ്കിൽ എന്റെ ടാലന്റ് കണ്ടിട്ട് അടിക്കേ. സംശയമുണ്ടോ? വിഷുനാളിൽ നമ്മൾ എടുത്തൊടുക്കണം നല്ലൊരു മുണ്ട്. നിന്റെ ശബ്ദത്തിൽ നല്ല വിഷമമുണ്ട്. അടികൈ. അത് കളയാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ സ്വീറ്റി, ശാസ്ത്രീയ സംഗീതജ്ഞൻ മുത്തുസ്വാമിയോടൊപ്പം. എന്താ ഇവര് കൈയടിക്കോ? ഇല്ല, പോപ്പറ്റിന് ശാസ്ത്രീയ സംഗീതം പഠിപ്പിച്ചു കൊടുക്കും. അയ്യോ, ഇതാണ് നമ്മുടെ സെക്ഷൻ. അതെ, അങ്ങ് ഇദ്ദേഹത്തിനാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. എനിക്ക് ഉടനെ ഒരു ന്യൂസ് കവർ ചെയ്യാൻ പോണം. ഒരു കൊതുകിനെ ആന കടിച്ചിരിക്കുക.
അകത്തേക്ക് പോകാം. നിങ്ങൾ എങ്ങനെ പാടുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ആ, 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 ആ. ഗ, 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 മ. അയ്യോ, തുടങ്ങിക്കോളൂ ജി. ആ, അയ്യോ, സഹിക്കാൻ അങ്ങോട്ട് കഴിയുന്നില്ല. കരന, താളം എവിടെ? ഒന്ന് മതിയാക്കൂ. താനൊരു സിംഗർ എന്നല്ല, ആങ്കർ ചെയ്യാൻ പോലും കഴിയുകയില്ല. എന്നാൽ ഇത് കേട്ടോളൂ, അങ്ങ് ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കും, സംശയമുണ്ടോ? വിട്ടേക്ക് പൊപ്പാട്ട്. ഗുരുജിയുടെ ബ്ലഡ് പ്രഷർ നേരത്തെ തന്നെ കൂടിയിരിക്കുക. ഡാൻസ് കളിക്കാണ്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഡാൻസ് കളിക്കാണ് അദ്ദേഹം. അയ്യോടാ, ആ സ്വീറ്റിയെ ഞാൻ വെറുതെ വിടുകയില്ല. എടോ, സ്വീറ്റിയോട് പറയുകയാണെങ്കിൽ എന്റെ തനി സ്വഭാവം താൻ അറിയും, സംശയമുണ്ടോ? സ്വീറ്റിയല്ലേ എന്നെ ഈ ചതിയിൽ കൊണ്ടൊന്ന് പെടുത്തിയതാ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി കുറെ കൊല്ലമായി. നിന്റെ പാട്ട് അവർക്ക് ജീവിതത്തിൽ ഒരു പാഠമായി. അടികൈ. ഇവന്റെ പാട്ട് കേട്ടവർ കരഞ്ഞുപോയി. ആ തബലിസ്റ്റ് എല്ലാം തന്നെ അടിച്ചു നുറുക്കി. നീ പാടേണ്ടത് ശാസ്ത്രീയ സംഗീതമല്ല, നല്ല ലളിതഗാനമാണ്. ആ, അങ്ങനെ ഒരു പാട്ട് പാടിയപ്പോഴാണ് സ്വീറ്റിക്ക് എന്റെ പാട്ട് ഇഷ്ടമായത്, സംശയമുണ്ടോ? നാളെ ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കാൻ പോവാ. നീ പാടണം. അതിനുള്ള പാട്ട് ഞാൻ എഴുതി തരാം. ഇദ്ദേഹത്തിന്റെ കവിതയും നിന്റെ പാട്ടുമോ? അതേനെ, കേട്ടോ. ഒരു കലാകാരന്റെ ആഗ്രഹം മറ്റൊരു കലാകാരനെ സാധിച്ചു കൊടുക്കാൻ കഴിയൂ. അങ്ങ് പാട്ട് എഴുതിക്കോളൂ. നാളത്തെ കോമ്പറ്റീഷനിൽ ഞാൻ ആ പാട്ട് തന്നെ പാടുന്നതായിരിക്കും, സംശയമുണ്ടോ? ടെൻഷൻ വരുമ്പോൾ ഹൃദയമിടിക്കും ലാപ്ടോപ്പ്. ഇപ്പൊ പാടാൻ വരുന്നു പുതിയ ഗായകൻ പോപ്പറ്റ്. അടികൈ. അയ്യോടാ, ഇവൻ എവിടെന്നാ വന്നത്? മാങ്ങ എറിയണമെങ്കിൽ ഉന്നം വേണം. ഗുരുജി, അങ്ങ് വരികൾ ശ്രദ്ധിക്കണം. അയ്യോ, സഹിക്കാൻ കഴിയുന്നില്ല. ഹേയ്, ഹേയ്, ഹേയ്. അയ്യോ, ആ, ഓ, അയ്യോ, ആ, ആ, അയ്യോ, ചീ, 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 ചീ. അയ്യോ, മതി. ആ, 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 ഒന്ന് നിർത്തോ. ആ, എന്താ ഇത്? ഒന്ന് നിർത്തോ. വാവ്, നീ പാടുന്നേക്കാളും നല്ലതായിട്ട് ഡാൻസ് ആടുന്നുണ്ടല്ലോ പോപ്പട്ട്. ഞാൻ എല്ലാവരെയും സന്തുഷ്ടരാക്കി, സംശയമുണ്ടോ? കൂട്ടുകാരെ, നമ്മുടെ സിറ്റിയിൽ പുതിയൊരു ഡാൻസിംഗ് സ്റ്റാർ പിറന്നു വീണു. അടികൈ.
ഞാൻ അഭ്യർത്ഥിക്കുന്നു, പൊപ്പട്ടിനെ പോലെ ഒരു കലാകാരൻ സിംഗർ ആകാനേ പാടില്ല. ഇദ്ദേഹം ജനിച്ചെന്നെ ഡാൻസ് കളിക്കാൻ വേണ്ടിയാ. അയ്യോടാ, അത് ശരി തന്നെയാണ്. പാടുന്നത് വിട്ടേക്കൂ, ഡാൻസ് ആണ് നല്ലത്. ശരിയാ. ഇവരെല്ലാം പറഞ്ഞത് ശരിയാണ് പോപ്പട്ട്. നീ ഡാൻസർ ആവണം, അതാണ് എന്റെ ആഗ്രഹം. ഞാൻ സ്വീറ്റി, ക്യാമറാമാൻ ധനഞ്ജയനോടൊപ്പം. ഇന്നു മുതൽ പാട്ട് നിർത്തി. യെസ് കന്ന സാറേ, ഏതെങ്കിലും ഡാൻസ് കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ എന്നോട് പറയണം. എനിക്ക് വേണ്ടി ആ സ്റ്റെപ്പ് ഒന്നുകൂടി ചെയ്ത് കാണിക്കാവോ? സന്തോഷ് ബന്നി, നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൻ വിഷമിച്ച് കാണില്ല. കൂടാതെ അവന്റെ പാട്ടിൽ നിന്നും നമ്മളെല്ലാം രക്ഷപ്പെടുകയും ചെയ്തു.